ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹർ എന്ന് പറയുന്ന കഹാനിയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് പാർട്സ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ട് ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണ്. ഇത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ 2ാമത്തെ മൊഡ്യൂളിലെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്ന പ്രഭാത് എന്ന് പറയുന്ന റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലെന്താണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പര്യാവരൺ സബ്കാ ഘർ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള തുല്യ അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ചിപ്കലി, ഗിർഗിഡ് എന്നീ 2 ക്യാരക്ടേഴ്സും അവരുടെ കോൺവെർസേഷനുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വരെ കണ്ടത്. ഓക്കെ, അങ്ങനെ അവരുടെ കോൺവെർസേഷൻ കഴിഞ്ഞ് ചിപ്കലി മക്കാൻ നമ്പർ 205 ഗേറ്റ് പർ പൗഞ്ചി, അതാണ് ഫർഹാദ് എന്ന ആളുടെ പുതിയ വീട്. അതിൻ്റെ ഗേറ്റിലെത്തി ചിപ്കലി. ഓക്കെ, അവിടം വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. സുനോ, അപ്പോൾ ആരോ വിളിക്കുകയാണ്. ചിപ്കലിനെ ചാരോ മോർ നസർ ഗുമാക്കർ ദേക്കാക്കി ആവാസ് കിദർ സെ ആയി. ഓക്കെ, അത് ചിപ്കലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരോ ചിപ്കലീനെ വിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് ചുറ്റുപാട് നോക്കി ആരാണ് വിളിച്ചതെന്നറിയാൻ വേണ്ടി. അരേ ഓർ ഊപ്പർ ഇധർ കോനേമേ, മുകളിലേക്ക് നോക്കൂ, ഈ സൈഡിൽ. കോനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഒരു കോർണർ, അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ചിപ്കലിനെ കോനേമേ ദേഖ്തേ ഹുയെ കഹാ മേ തോ സോച്തി ദി നേ ഘർ മേ മേ ഹി സബ്സെ പഹലെ പൗഞ്ച് രഹി ഹും തും കബ് പൗഞ്ചി. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞപ്പോൾ ചിപ്കലി ആ ഒരു കോർണറിലേക്ക് നോക്കി, എന്നിട്ട് പറയുകയാണ്, ഞാൻ വിചാരിച്ചിരുന്ന പുതിയ വീട്ടിൽ ആദ്യം എത്തുന്നത് ഞാനാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ മറ്റൊരാൾ കൂടി ആദ്യമേ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട്. ആരാന്ന് നമുക്ക് നോക്കാം. തും കബ് പൗഞ്ചി, നീ എപ്പോഴാണ് വന്നത് എന്ന് ചിപ്കലി ചോദിക്കുവാണ്. മേനെ കൽഹി ഷിഫ്റ്റ് കിയാ ഹെ, എന്താണ് ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് പോന്നായിരുന്നു. മക്കടീനെ കഹ, മക്കടി എന്ന് വെച്ചാൽ എന്താണ്, സ്പൈഡർമാൻ. ഓക്കെ, തോ ഓർ കോൻ കോൻ ഹെ യഹാം ചിപ്കലിനെ പൂച്ച എന്ന. ഓക്കെ, വേറെ ആരൊക്കെയാണ് ഇവിടെയുള്ളത് ചിപ്കലി ചോദിച്ചു. 10-15 മഖിയാം ഓർ 100 കെ ആസ്പാസ് മച്ഛർ. മഖിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച, അതായത് 10-12 ഈച്ചകളുണ്ട്. 100 കെ ആസ്പാസ് മച്ഛർ, ഏകദേശം 100-നടുത്ത് കൊതുകുകളും വന്നിട്ടുണ്ട്. മക്കടീനെ ബതായ. ഓക്കെ, ഹായ് ചിപ്കലിനെ മഖി മച്ഛരോം കി ഓർ ഹാത്ത് ഹിലാത്തെ ഹുയെ കഹ. അപ്പോൾ എന്താണ് അവരെ കണ്ടപ്പോൾ ഗ്രീറ്റ് ചെയ്തു, ഹലോ എന്ന് പറഞ്ഞു, ഹായ് എന്ന് പറഞ്ഞു. മഖി മച്ഛരോനെ കുച്ച് ഖബരായി സി ഹസി ഹസ്തേ ഹുയെ ജവാബ് ദിയ. അപ്പോൾ എന്താണ് ഗ്രീറ്റ് ചെയ്തപ്പോൾ അവരും ഈ പറയുന്ന ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് അവരും ജവാബ് ദിയ മീൻസ് എന്താണ് ഉത്തരം കൊടുത്തു. ഓർ വഹി മുഹാവര ദോഹരായ ജോ ഇൻസാനോമേ ഹാസ പ്രചലിത് ഹെ. അപ്പോൾ അവർ പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ്, ഹം ജഹാം ജാനാ ചാത്തെ ഹമാരി ബദ് കിസ്മത്തി ഹംസെ പെഹലെ വഹാം പहुंच ജാത്തി ഹെ. അതായത് നമ്മൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നോ നമ്മുടെ കഷ്ടകാലം നമ്മളെക്കാൾ മുൻപ് അവിടെ എത്തും എന്ന് അവർ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിപ്കലിയുടെ ആഹാരം ഈ മക്കി, മച്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഈച്ച, കൊതുക് അതിനൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്കലി അവരുടെ ഒരു ശത്രുവാണ്. ഓക്കെ, പക്ഷെ എന്നാലും പുതിയ വീട്ടിൽ വന്നപ്പോൾ അവർ ഗ്രീറ്റ് ചെയ്തു. ചിപ്കലീനെ ജാനെ കേസെ സുൻലിയ മച്ചരോങ്ക സുനാത്തെ ഹുയെ മക്കടീസെ കേനെ ലഗി. അപ്പം എന്താണ് ഇവർ മക്കി മച്ചറൊക്കെ പറഞ്ഞത് ചിപ്കലിയും കേട്ടു. ഓക്കെ, അപ്പോൾ ആ മച്ചർ, ഓക്കെ, അതായത് ഈ സ്പൈഡറും അല്ലെങ്കിൽ മക്കടിയോട് പറയുക എന്ന രീതിയിൽ ചിപ്കലി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് നോക്കാം. കുച്ച് ലോഗ് ഹുത്ത് ലോഗോങ്ക ഹൂൻ ഹി പിയേം ഓർ ദൂസരോ സെ ചാഹേക്ക് വേ ശാഖാകാരി രഹേം വാരെ സമാന. അതായത് കുറച്ച് ആളുകൾ മറ്റുള്ളവരുടെ രക്തം കുടിക്കും. ഓക്കെ, എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയും വെജിറ്റേറിയൻ ആവാൻ. വാരെ സമാന, ഇവിടെ ഉദ്ദേശിക്കുന്നത് മച്ചർ, കൊതുക് മറ്റുള്ളവരുടെ ഉപദ്രവിക്കുന്നു, അതായത് മറ്റുള്ളവരുടെ രക്തമാണത് കുടിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് വെജിറ്റേറിയൻ ആവാൻ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന ഒരു രീതിയിലാണ് മക്കടി ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചിപ്കലി ആ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വന്ന ഇതാണ്, അതായത് മക്കി മച്ചരോ ഈ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു. ഓക്കെ, അതിന് മറുപടിയായിട്ട് ചിപ്കലി പറയുന്ന കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുച്ചിലോ खुद लोगों का खून ही पिए और दूसरों से चाहे कि वे शाकाहारी रहे. ओके, नेक्स्ट ഇതിലേക്ക് പോവാം. नए मकान की नई सफ़ेद छत दीवार में पुताई की पपड़ी में से
സിർ നിക്കാൽത്തെ ഹുയെ കാലി ചീട്ടീനെ കഹ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ആദ്യം ഉണ്ടായിരുന്നത് ചിപ്കലിയാണ്, പിന്നെ ഗിർഗിഡ് വന്നു, പിന്നെ മക്കടി വന്നു, മക്കി മച്ചർ വന്നു. ഓക്കെ, അതിന് ശേഷം വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കാലി ചീട്ടി, അതായത് കറുത്ത ഉറുമ്പ്. ഓക്കെ, ഓക്കെ ഇപ്പം നമുക്ക് ബാക്കി നോക്കാം. നയ മക്കാൻ, അതായത് പുതിയ വീടിൻ്റെ നെയ് സഫേദ് ചക് ദിവാർമേ. ഓക്കെ, ഓക്കെ ചക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങുന്ന അല്ലെങ്കിൽ തിളങ്ങുന്ന ആ ഒരു ഭിത്തി, അതായത് പുതിയ ഒരു ഭിത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പുത്തായിക്ക് പപ്പടി, പുത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേപനം ചെയ്യപ്പെട്ട, പെയിൻറ്റ് ചെയ്യപ്പെട്ട എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, പപ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരിൽ നിന്നും അടർന്നു വന്ന ഭാഗം. ഓക്കെ, അതായത് ആ പെയിൻറ്റ് ചെയ്തപ്പോൾ എവിടെ ഒരു ചെറിയ വിടവുണ്ടായിരുന്നു, ആ വിടവിലൊരു കാലി ചീട്ടിയുണ്ട്, ഒരു കറുത്ത ഉറുമ്പുണ്ട്. ഇത് പറയുകയാണ്, आप लोग इतनी तेज आवाज़ में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. അതായത് പുറത്ത് ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇത്ര ഒച്ചയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഓക്കെ, കർവട്ട് ബദൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓ മാഫ് കർണ, ചിപ്കലിനെ മക്കടി की तरफ सवालिया आँखों से देखते हुए कहा. ക്ഷമിക്കൂ എന്ന് ചിപ്കലി പറയുകയാണ്. സവാലിയ ആഖോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കിംഗ് ക്വസ്റ്റ്യനൻ്റ് മീൻസ് ചോദ്യഭാവത്തിൽ നോക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പതാ നഹി കബ് സെ രഹ രഹി ഹൈ മേ ഭി പെഹ്ലി ബാർ ഹി ദേഖ് രഹി ഹൂം മക്കടീനെ ഫുസ്ഫുസാത്തെ ഹുയെ കഹ. അതായത് കാലി ചീട്ടീനെ ഇതുവരെ ആരും കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് അതിനെ കാണുന്നത്. അപ്പം മക്കടി പറയുവാണ്, ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, മക്കടിയാണ് ഇവിടെ ആദ്യം വന്നതെന്നാണ്. പക്ഷെ അല്ല, കാലി ചീട്ടിയും നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മക്കടിക്ക് അറിയില്ല ഇത് എപ്പോഴാണ് ഇവിടെ വന്നതെന്ന്. ആ മക്കടിയും ആദ്യമായിട്ടാണ് കാലി ചീട്ടീനെ കാണുന്നത്. मकड़ी फुसफुसाते हुए कहा, चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, ततയ്യ बोली. നെക്സ്റ്റ് ഒരു ക്യാരക്ടർ കൂടി വന്നിരിക്കുകയാണ്, കടന്നലാണ്. തത്തയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നലാണ്, അതായത് ഒരു അയൽക്കാരി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് മീറ്റിംഗ് ആണിത്. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ചായയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ചായ മീൻസ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത്, അപ്പോൾ ഒന്ന് വെൽക്കം ചെയ്യുവാണ്. ഓക്കെ, അയൽക്കാരി ആയതുകൊണ്ട്. और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് വെൽക്കം ചെയ്യുവാണ്. തത്തയ്യ ബോലി. मकड़ी और चिपकली को खिड़की के पर्दे के पीछे തത്തയ്യ के यहाँ आकर अच्छा ही लगा. അപ്പം എന്താണ് തത്തയ്യ അല്ലെങ്കിൽ ആ കടന്നൽ താമസിക്കുന്ന ഖിഡ്കിക്ക് പർദയ്ക്ക് പീച്ച്, അതായത് ജനലിൻ്റെ പർദ കർട്ടൻ്റെ പുറകിലാണ് തത്തയ്യ തൻ്റെ പ്ലേസ് അല്ലെങ്കിൽ അവിടെയാണത് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മക്കടി ചിപ്കലി ഇവർ രണ്ടുപേരും തത്തയ്യയുടെ അടുത്തേക്ക് പോയി. ഓർ കോൻ കോൻ ഗെ യഹാം ചിപ്കലി ബോലി. ഇനി ആരൊക്കെയുണ്ട് ഇവിടെ? അപ്പോൾ എന്താണ് ഓരോരുത്തരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിപ്കലി ചോദിക്കുകയാണ്, ഇനി മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ത്യാദാ തർസെ തും മിൽ ഹി ചുക്കി ഹോ. എന്താണ് മിക്കവരെയും നിങ്ങൾ കണ്ടു. എനിക്ക് അലാവ ഏക് തോ ചൂഹ ഹെ. ഇവരെ കൂടാതെ ഒരു എലി കൂടി ഇവിടെ താമസിക്കുന്നുണ്ട്. ലേക്കിൻ വോ പൂരെ സമയം നഹി രഹത്ത. എന്നാൽ അത് കംപ്ലീറ്റ് സമയവും വീട്ടിൽ നിൽക്കാറില്ല. ആത്താ ജാത്താ രഹത്ത, വന്നും പോയി ഇരിക്കും. കബി കബി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ഭി ഹോ ജാത്ത. ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് കാണാറേ ഇല്ല. ക്യാ കാം കർത്താ ഹെ വോ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്ത് ജോലിയാണ് ഈ ചൂഹ ചെയ്യുന്നത്? സുനാ ഹെ പത്രകാർ ഹെ, എന്താണ് ഒരു റിപ്പോർട്ടറാണ്. തബി, അതായത് എന്താണ് നമുക്കറിയാം, ഈ പത്രക്കാർക്കൊക്കെ വീടിന് പുറത്തേക്കൊക്കെ പോകേണ്ടി വരും, അതായത് മിക്ക ദിവസം വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരിക്കുന്നതാണ്. ഇസ്കെ അലാവ കോയി ഓർ, ഇത് കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടോ? നഹി ഓർ കോയി ബി നഹി ഹെ. എന്താണ് ഇത് കൂടാതെ മറ്റാരുമില്ല. ചിടിയാമ്പി ആത്തി ഹെ വൈസെ ദിൻമേ ലേക്കിൻ. എന്താണ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മറ്റാരുമില്ല. പക്ഷെ ചിടിയ പക്ഷികൾ വരുന്നുണ്ട് പകല്, പക്ഷെ ലേക്കിൻ ശാം കോ ചലി ജാത്തി ഹൈ, പക്ഷികൾ പകല് വരും പക്ഷെ വൈകിട്ട് തിരിച്ചു പോകും. ഓക്കെ. ഏക് ഗിൽഹരി ഹെ വോ ബാഹർ രഹത്തി ഹെ, ഇത് കൂടാതെ ഒരു അണ്ണാനുണ്ട്, അത് പുറത്താണ് താമസിക്കുന്നത്. അന്തർ രഹനെ വാലെ കേവൽ ഹം ഹി ഹെ, അപ്പോൾ എന്താണ്, വീടിനകത്തുള്ളത് നമ്മളൊക്കെയാണ്. അതായത് ചിപ്കലിയുണ്ട്, മക്കടിയുണ്ട്, മക്കി മച്ചറുണ്ട്, തത്തയ്യുണ്ട്. ഓക്കെ. ഓർ ശ്രീമാൻ ഫർഹാദ്. ഓക്കെ. അപ്പോൾ ചോദിക്കുകയാണ്, ഓർ ശ്രീമാൻ ഫർഹാദ് ചിപ്കലിനെ തത്തയ്യ ഓർ മക്കടി ദോനോ കി ഓർ ദേഖ്തേ ഹുയെ പൂച്ച. ഓക്കെ. ഫർഹാദിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഫർഹാദിൻ്റെ പുതിയ വീട്ടിലേക്കാണ് അവർ വന്നത്. അപ്പോൾ ചിപ്കലി ചോദിക്കുകയാണ്, ഫർഹാദ് എന്ത് ചെയ്യും? क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं. അത് മനുഷ്യരെക്കുറിച്ച് പറയുന്നതാണ്. എന്താണ്, ഒരു രീതിയിലുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരു രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചത്. पर वो तो केवल रात में रहने के लिए हम आते हैं, പക്ഷെ അയാൾ രാത്രിയിൽ ഇവിടെ താമസിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഉസ്മേ ബി ജ്യാദാത്തർ സമയം സോയെ രഹത്തെ ഹെ, അതിലും കൂടുതൽ സമയവും ഉറങ്ങുകയാണ് ചെയ്യുന്നത്. തോടി ദേർ കെ ലിയെ ജാഗ്തേ ഹെ തോ കിതാബ് ഉടാക്കർ പഠനെ ലഗ് ജാത്തേ ഹെ, കുറച്ച് നേരത്തേക്ക് ഉണർന്നാൽ തന്നെ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങും. സച്ച് പൂച്ചോ തോ വേ ബഹുത് തോടി സി ജഹ ലേത്തെ ഹെ ഇസ് മക്കാൻ മേ, സത്യം പറയുകയാണെങ്കിൽ അയാൾ ഈ വീടിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഹമാരി തര ദിവാരും ഖിഡ്കിയാം യാ ഛത് സെ ഉസ്കാ ഉൻകാ ഹാസ് ലേനാ ദേനാ നഹി ഹെ, എന്താണ് ഈ ഭിത്തി, ജനൽ, അതുപോലെ തന്നെ ഛത്ത് മുകളിലത്തെ ഭാഗം, ഇതൊക്കെയായിട്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. തത്തയ്യാനെ കഹ, ആരാണ് പറഞ്ഞത്? കടന്നലാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹമാരി തരഫ് ദീവാരും ഖിഡ്കിയാം യാ ഛത് സെ ഉൻകാ ഹാസ് ലേനാ ദേനാ നഹി ഹെ, യഹാം ഫർഹാദ് കെ പ്രതി പ്രാണിയോ കാ കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഫർഹാദ് ഒരു ക്യാരക്ടർ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിങ്ങനെ ചെറിയ പ്രാണികളെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമല്ല അയാൾക്കുള്ളത്. അതുപോലെ തന്നെ ഈ പ്രാണികൾക്കും അങ്ങനെ തന്നെയാണ് തിരിച്ച് അയാളുടെ അടുത്തും. കാരണം എന്താണ്, പുള്ളി വരുന്നു, ആ റൂമിൽ വൈകുന്നേരം താമസിക്കുന്നു, പോകുന്നു. ഓക്കെ. ഈ പ്രാണികളെ അല്ലെങ്കിൽ ഈ ജീവികളെ ശല്യപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് തന്നെ അവരവിടെ സ്വസ്ഥമായിട്ട് താമസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഒരു ശത്രുതാ മനോഭാവം ഇല്ല ഈ ജീവികൾക്കും ഫർഹാദിൻ്റെ അടുത്ത്. ഓക്കെ. അതാണ് അവിടെ വരുന്നത്. ഒരു രീതിയിൽ മിത്രത എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് പാർട്ടായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ, അതോടുകൂടി നമ്മൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.